നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് വിഷു. കണിക്കൊന്നയുടെ മഞ്ഞപ്പൊന്നിനൊപ്പം കൈനീട്ടത്തിനപ്പുറം വിഷു എന്നത് ഒരു പുതിയ തുടക്കത്തിൻ്റെ അടയാളമാണ്. 2026 ഈ വിഷുക്കാലം വെറുമൊരു ആഘോഷമല്ല, മറിച്ച് പ്രപഞ്ചം നമുക്കായി കാത്തുവച്ചിരിക്കുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ്. ഈ ഭൂമിയിൽ ഒരു നവോദയം സംഭവിക്കാൻ പോകുന്നു. ആകാശഗോളങ്ങൾ നിശബ്ദമായി ഒരു വലിയ സന്ദേശം നമുക്ക് നൽകുകയാണ്. കാലചക്രത്തിൻ്റെ കറക്കത്തിൽ ചിലർക്ക് കഷ്ടപ്പാടുകൾ അവസാനിക്കും, ചിലർക്കിത് അടഞ്ഞുകിടക്കുന്ന ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കാനുള്ള സമയമായിരിക്കുന്നു. ഈ ശുഭമുഹൂർത്തത്തിൽ ദൈവം തന്നെ നേരിട്ട് അനുഗ്രഹം ചൊരിയുന്ന അവസ്ഥയാണ് സംജാതമാകുന്നത്. 2026 ശനി, വ്യാഴം, രാഹു, കേതു എന്നീ മഹാഗ്രഹങ്ങൾ രാശിമാറ്റം നടത്തുകയാണ്. ജ്യോതിഷ ശാസ്ത്രത്തിൽ ഇതിനെ മഹായോഗമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ മഹായോഗം 9 പ്രത്യേക നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യവും അപ്രതീക്ഷിത ധനലാഭവും കോടീശ്വര യോഗവും കൊണ്ടുവരാൻ പോകുന്നു. ആ ഭാഗ്യശാലികൾ ആരെല്ലാമെന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി നോക്കാം. ആ ഭാഗ്യ നക്ഷത്രങ്ങളെക്കുറിച്ച് കൃത്യമായി നാം ഇവിടെ വിവരിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. സാധാരണക്കാരായി ജീവിച്ച ആളുകൾ എത്രയെത്ര ആളുകളാണ് ഇന്ന് കോടീശ്വരരായി ജീവിക്കുന്നത്. കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പരിവർത്തനം ചെയ്ത എത്രയെത്ര ആളുകൾ, ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പടുകുഴിയിൽ നിന്ന് ഉയർച്ചകൾ കൈവരിച്ച ആളുകൾ. അതെല്ലാം അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലത്തോടൊപ്പം ഇരട്ടി ഭാഗ്യവും അവരോടൊപ്പം ചേർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. ആ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കുമ്പോൾ ഭാഗ്യം കൂടെ തുണച്ചാൽ പിന്നെ ആ ആളുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും. അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് തന്നെ പറയാം. ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരന്മാരായ ആളുകളെ നമുക്കറിയാമല്ലോ. ഭാഗ്യത്തിൻ്റെ പിൻബലം കൊണ്ട് ജീവിതത്തിൽ എല്ലാം മാറ്റിമറിച്ച ആളുകൾ. കഴിഞ്ഞ മാസം നാം കണ്ടുകാണും പ്രവാസിയായ മലയാളിക്ക് 35 കോടി രൂപ ലോട്ടറിയായി വിദേശത്ത് നിന്ന് ലഭിച്ചത്. ഇത്തരത്തിൽ എത്ര ആളുകളാണ് ദിനംപ്രതി ജീവിതത്തിൽ രക്ഷപ്പെടുന്നത്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നാം പറയും ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇതെല്ലാം വെറുതെയാണെന്ന്. എന്നാൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ നെഗറ്റീവുകളാൽ നിറച്ചുകൊണ്ടിരിക്കും. അത്തരത്തിൽ ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം നെഗറ്റീവ് എനർജികൾ ഉണ്ടാവും. മറ്റുള്ളവരാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക്, മറ്റ് നെഗറ്റീവ് ക്രിയകളിലൂടെ നിങ്ങളെ ബാധിക്കുന്ന നെഗറ്റീവ് ഊർജ്ജം എല്ലാം നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടാവാം. മടി, അലസത ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇതെല്ലാത്തിനും പുറമെയാണ് നിങ്ങൾ ഇത്തരത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾ ഇത്തരത്തിൽ നെഗറ്റീവായ കാര്യങ്ങളെ കാണാൻ പാടുള്ളതല്ല. ജ്യോതിഷം എന്നത് ഒരു വഴികാട്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായി നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു വഴികാട്ടി. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുണ്ടായവരുടെ മാറ്റങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്ര ആളുകളാണ് കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പരിവർത്തനം ചെയ്തിരിക്കുന്നത്. അത്തരത്തിലൊരു മാറ്റം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വരാൻ പോകുന്നത്. അത് നിങ്ങളുടെ കഠിനാധ്വാനത്തോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യത്തിൻ്റെ പിൻബലം കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ശക്തി തന്നെയാണ്, നിങ്ങളുടെ വഴിപാടുകളുടെ ശക്തി തന്നെയാണ്, നിങ്ങളുടെ കർമ്മഫലം തന്നെയാണ്. ഇത് നിങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളവർ തന്നെയാണ്. നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കാറില്ലേ, എന്നാണ് ഈ കഷ്ടതകളിൽ നിന്ന് മോചനം ലഭിക്കുന്നത്? നമുക്കൊപ്പമുണ്ടായിരുന്നവരുടെ ജീവിതമെല്ലാം മാറി, അവരെല്ലാം ഇന്ന് ഉയർച്ചകൾ കൈവരിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതം എന്നാണ് ഉയർച്ചകൾ കൈവരിക്കുക, എനിക്ക് എന്നാണ് ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുക എന്ന് മാത്രം ചിന്തിച്ച് നിന്ന് എത്ര ദിനരാത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇനി പ്രയാസപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് അനുകൂലമായ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആഡംബര ജീവിതം നിങ്ങളെ തേടിയെത്താൻ പോവുകയാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറി നിൽക്കും. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതം ഇനി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങളുടെ പരിഭവങ്ങളെല്ലാം ഭഗവാൻ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ശക്തി തന്നെയാണ് ഈ ഒരു മാറ്റം. അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിലും പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെ പ്രാർത്ഥനാപൂർവ്വം സ്വീകരിക്കുക. ഇത്തരം കാര്യങ്ങളെ നെഗറ്റീവായി കാണാതിരിക്കുക. നിങ്ങൾ എന്താണോ ഈ പ്രപഞ്ചത്തോട് ചെയ്യുന്നത് നെഗറ്റീവായ കാര്യങ്ങളാണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് നെഗറ്റീവായി തന്നെ അത് തിരികെ നൽകും. അതുകൊണ്ട് പോസിറ്റീവായി മാത്രം ചിന്തിക്കുക. ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഉയർച്ചകൾ കൈവരിച്ച് വലിയ നേട്ടങ്ങൾ കൈവരിച്ച് ഐശ്വര്യപൂർണ്ണമായ ജീവിതം നയിക്കുന്നത്. അതുകൊണ്ട് നെഗറ്റീവായ കാര്യങ്ങളെ നിങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയുക. മുന്നോട്ടുള്ള പ്രയാണത്തിൽ പ്രാർത്ഥനകളോടുകൂടി മുന്നോട്ട് പോവുക. ഇനി നമുക്ക് ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. അതിനു മുൻപായി മറ്റൊരു കാര്യം കൂടെ പറയാം. ചൊവ്വ, വെള്ളി,
വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും പൂജാ വഴിപാടുകൾ നടക്കുന്നുണ്ട്. ഈ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതിന് നിങ്ങളുടെ പേരും നാളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത്തരം പൂജാ വഴിപാടുകൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാനും നിങ്ങൾക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഇരട്ടി ഫലം നൽകുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുക. ധാരാളം ആളുകൾ ശത്രുദോഷം, കണ്ണേറ്, പ്രാക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവ് ഊർജ്ജത്താൽ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. ജീവിതത്തിൽ മടിയും അലസതയും അവരെ പിടിമുറുക്കി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സും നിസ്വാർത്ഥമായ സ്നേഹവും തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. നിങ്ങളുടെ പേരും നാളും കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് അത് ഇരട്ടി ഫലം നൽകുകയും ചെയ്യും. ഒപ്പം തന്നെ എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഈ ഒരു വീഡിയോന് ചെയ്യുക. ഇനി ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വരുന്നത് തിരുവോണമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ഇത് ഭാഗ്യത്തിന്മേൽ ഭാഗ്യം വരുന്ന സമയമാണ്. ദൈവം ഒരിക്കലും തൻ്റെ ഭക്തരെ ഉപേക്ഷിക്കില്ല എന്നതിൻ്റെ തെളിവായിരിക്കും ഈ വർഷം ശനി 3-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ദീർഘകാലമായി നിങ്ങളെ വേട്ടയാടിയിരുന്ന ദുരിതങ്ങൾ അവസാനിക്കും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ധനഭാവത്തിൽ പ്രതിഫലിക്കുന്നതിനാൽ ധനലാഭം ഇരട്ടിയാവും. പണയത്തിലായിരിക്കുന്ന ആഭരണങ്ങളോ ഒരിക്കൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയ വീടോ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഭാഗ്യകാലം നിലനിൽക്കാൻ ഓരോ ഏകാദശിയിലും ഭഗവാൻ കൃഷ്ണനെ ഭജിക്കുകയും ഉപാസിക്കുകയും ചെയ്യുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ശുഭകരമായ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനും പോസിറ്റീവായ ഊർജ്ജം നിങ്ങളുടെ ജീവിതത്തിലും ഭവനത്തിലും നിലനിർത്തുന്നതിനും സഹായിക്കും. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള യാത്രകളിലും പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ നിത്യവും മനസ്സിൽ ധ്യാനിക്കുക. സാധ്യമാവുന്ന വേളയിലെല്ലാം ക്ഷേത്ര ദർശനം നടത്തുക. ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായി കോടികൾ വന്നു ചേരുമെന്ന് തന്നെ പറയാം. രക്ഷപ്പെടാൻ പോവുകയാണ്. രണ്ടാമതായി വരുന്നത് രോഹിണി നക്ഷത്രക്കാരാണ്. ക്ഷമയോടെ കാത്തിരിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്ന വർഷമാണിത്. ശനി 11-ാം ഭാവത്തിലേക്ക് മാറുന്നത് ഏറ്റവും ശുഭകരമാണ്. ലോട്ടറി ഭാഗ്യം, സ്ഥാനക്കയറ്റം എന്നിവ പ്രതീക്ഷിക്കാം. IT, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ഉള്ളവർക്കിത് സുവർണകാലമാണ്. ഒന്നിലധികം വഴികളിലൂടെ പണം കയ്യിൽ വരും. അന്ന് ഞാൻ പരിശ്രമം ഉപേക്ഷിക്കാതിരുന്നത് നന്നായെന്ന് നിങ്ങൾ ഈ വർഷം സ്വയം പറയുന്ന ഒരു സമയം കടന്നു വരും. നിങ്ങളുടെ പരാജയം ആഗ്രഹിച്ചവരുടെ മുന്നിൽ നിങ്ങൾ കുതിച്ചുയരുക തന്നെ ചെയ്യും. അതുകൊണ്ട് വലിയ മാറ്റത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും സമയമാണ് ഇത്. നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ശക്തി തന്നെയാണ് പ്രപഞ്ചം നിങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന സമയം. അതുകൊണ്ട് തുടർന്നും നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രകളിൽ ആത്മീയമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി പോവുക. മൂന്നാമതായി വരുന്നത് ചോതി നക്ഷത്രമാണ്. ഒരു പ്രക്ഷുബ്ധമായ കടൽ ശാന്തമാകുന്നത് പോലെ ചോതി നക്ഷത്രക്കാരുടെ ജീവിതം ഇനി ശാന്തമാകും. ശനി 6-ാം ഭാവത്തിൽ എത്തുന്നതോടെ ശത്രുനാശവും രോഗമുക്തിയും സംഭവിക്കും. 9-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സാന്നിധ്യം തടസ്സപ്പെട്ട ധനവരവ് സുഖകരമാക്കും. പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങാനുള്ള അങ്ങനെയുള്ള സ്വപ്നങ്ങൾ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കിയെടുക്കുവാൻ സാധിക്കും. തലയ്ക്ക് മുകളിലെ ഭാരമായിരുന്ന കടബാധ്യതകൾ ഒഴിഞ്ഞു പോകുന്ന സമയമാണിത്. ഇനി 4-മതായി വരുന്നത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാർക്ക് 2026 ഒക്ടോബർ മാസം മുതൽ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകും. വ്യാഴം ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതോടെ അപ്രതീക്ഷിതമായ ഓഫറുകൾ, ഫോൺ വിളികൾ അല്ലെങ്കിൽ കൂടിക്കാഴ്ചകൾ വഴി ജീവിതം മാറിമറിയും. ഭൂമി, ഫ്ലാറ്റ് ഇടപാടുകളിൽ വലിയ ലാഭം ലഭിക്കും. എല്ലാ സങ്കടങ്ങളും മാറി പ്രതിസന്ധികൾ അകലുന്ന സമയമാണിത്. ഭഗവതിയെ വിളിച്ച് നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ്. സാധ്യമാകുന്ന വേളയിലെല്ലാം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലും ദർശനം നടത്തുക. രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ധ്യാനിക്കുക. ഉയർച്ചകളുടെ കാലമാണെന്നുള്ള ബോധ്യത്തിൽ പ്രവർത്തിക്കുക. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന മടിയും അലസതയും എല്ലാം മാറ്റുക. അതെല്ലാം മറ്റുള്ളവരുടെ പ്രാക്ക്, കണ്ണേറ്, ശത്രുദോഷം ഇത്തരത്തിലുള്ള പല നെഗറ്റീവ് ഊർജ്ജങ്ങളും നിങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അവയെല്ലാം മറികടക്കാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ഇനി 5-മതായി വരുന്നത് മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പുതിയൊരു ഉദയമുണ്ടാകും. മെയ് മാസം കഴിഞ്ഞ് വ്യാഴം 11-ാം ഭാവത്തിലേക്ക് എത്തുന്നതോടെ ബിസിനസ്സിൽ വൻ ഉണർവുണ്ടാകും. ചെറിയ നിക്ഷേപം വലിയ ലാഭമായി മാറും. മാതൃസ്വത്തോ പൂർവിക സ്വത്തോ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അവസരം തേടി വരും. ഭഗവതിയുടെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അഭയം പ്രാപിക്കുന്നതും നിങ്ങൾക്ക് ഭാഗ്യത്തിന് ചിറക് നൽകും. അതുകൊണ്ട് തന്നെ സാധ്യമാവുന്ന സമയങ്ങളിലെല്ലാം ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എന്നും ഉണ്ടാവും. നിങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളെ അനുകൂലമായ സാഹചര്യമായി മാറ്റാനുള്ള കഴിവ് ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കും. അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ
വിനിയോഗിക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. അപ്രതീക്ഷിതമായി ധനയോഗം നിങ്ങളുടെ ജീവിതം ആകെ മാറ്റിമറിക്കും. ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുന്ന ധനമെല്ലാം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനും അത് മുന്നോട്ടുള്ള യാത്രകളിൽ നിങ്ങൾക്ക് വളരെ ലാഭമുണ്ടാക്കി തരുവാനും സഹായിക്കും. അതുകൊണ്ട് എന്തുകൊണ്ടും നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. സാധ്യമാവുന്ന വേളയിലെല്ലാം ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഉയർച്ചയുടെ സമയം തന്നെയാണ്. ഇനി ആറാമതായി വരുന്നത് മൂലം നക്ഷത്രമാണ്. ദൈവം ഒരു ജീവനെയും വെറും കൈയോടെ വിടില്ല എന്നതിൻ്റെ തെളിവ് തന്നെയാണ് മൂലം നക്ഷത്രക്കാർക്ക് ഈ വിഷുക്കാലം. വ്യാഴം 7ാം ഭാവത്തിൽ നിൽക്കുന്നതും രാഹുവിൻ്റെ രാശിമാറ്റവും ചേർന്ന് ഒരു ധനഭാഗ്യ സംഗമം ഉണ്ടാകുന്നു. വലിയ സ്വത്തുക്കളോ ഉന്നത ബന്ധങ്ങളും ബഹുമതികളും തേടി വരും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ വർഷം വിജയം സുനിശ്ചിതമാണ്. നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുവാനുള്ള വഴികൾ തെളിഞ്ഞു വരും. സാധ്യമാവുന്ന സമയങ്ങളിലെല്ലാം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം കൊണ്ടുവരുന്നതിന് വളരെയധികം സഹായകരമായി തീരും. ഒപ്പം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാനും സഹായിക്കും. രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഇരട്ടി ഫലം ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാനും സഹായിക്കും. നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടം എല്ലാം ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രതികൂലമായ സാഹചര്യത്തെ അനുകൂലമാക്കിയെടുക്കുവാൻ സഹായിക്കും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും പ്രാർത്ഥനാപൂർവ്വം സ്വീകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ധനം ജീവിതത്തെ ആകെ മാറ്റിമറിക്കും. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ ഇടപെടലുകൾ ധാരാളം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അക്കാര്യത്തിലും ഒരു ശ്രദ്ധ പുലർത്തുക. 7ാമതായി വരുന്നത് മകൈരം നക്ഷത്രമാണ്. മകൈരം നക്ഷത്രക്കാരുടെ കണ്ണീരും പ്രാർത്ഥനയും ദൈവം കേട്ടിരിക്കുന്നു. ശനി 11ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കും. വർഷാവസാനം വക്രഗതിയിലുള്ള വ്യാഴം നിങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദിക്കിൽ നിന്ന് വലിയ ധനലാഭം എത്തിച്ചു തരും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ദൈവം നിങ്ങൾക്ക് പുതിയൊരു വഴി കാണിച്ചു തരും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. സാധ്യമാവുന്ന സമയങ്ങളിലെല്ലാം ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇത്തരം ഭാഗ്യ പരീക്ഷണങ്ങളിലെല്ലാം പങ്കാളിയാവുക. 8ാമതായി വരുന്നത് വിശാഖം നക്ഷത്രമാണ്. ഇരുൾ കനക്കുന്നത് പ്രഭാതം അടുക്കുന്നതിൻ്റെ ലക്ഷണമാണ്. കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ച ഐശ്വര്യക്ഷയം വിശാഖ നക്ഷത്രക്കാർക്ക് ഇനി അവസാനിക്കും. 2026 നിങ്ങൾക്ക് രാജയോഗം ആരംഭിക്കുകയാണ്. വ്യാഴം 9ാം ഭാവത്തിലേക്ക് എത്തുന്നതോടെ ലോട്ടറി ഭാഗ്യവും ബിസിനസ് ലാഭവും വന്നു ചേരും. ദീർഘകാലമായി അനുഭവിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും. ഭഗവാൻ കൃഷ്ണൻ്റെ വിശ്വരൂപം കാണിച്ചതുപോലെ ദൈവം നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ വിശ്വരൂപം കാണിച്ചു തരും. അതുകൊണ്ട് തന്നെ സാധ്യമാവുന്ന വേളയിലെല്ലാം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയെ മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി അവസാനമായി വരുന്നത് ഉത്രാട നക്ഷത്രമാണ്. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവസാനിക്കാൻ പോവുകയാണ്. ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർ തന്നെയാണ് സ്വന്തമായി ഭൂമി ഇല്ലാത്തവർ. എന്നാൽ ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാവാൻ പോവുകയാണ്. ഇതിനോടകം ഈ ഒരു വർഷം ഭൂമി സ്വന്തമാക്കിയ ആളുകളും ധാരാളമുണ്ട്. ജോലി നഷ്ടപ്പെട്ടവർക്ക് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി ലഭിക്കുന്ന സമയം തന്നെയാണ്. എന്തുകൊണ്ടും ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇരട്ടി, നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. സാധ്യമാകുന്ന സമയങ്ങളിലെല്ലാം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എന്നും ഉണ്ടാവും. മടിയും അലസതയും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് മാറ്റി നിർത്തേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാൻ നാം നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിലെല്ലാം ഐക്യം വർദ്ധിക്കുന്ന സമയം തന്നെയാണ്. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം ധനം വന്നു ചേരും. ലോട്ടറി സൗഭാഗ്യത്തിലൂടെയെല്ലാം ധനം ലഭിക്കും. ജീവിതത്തിൽ വലിയ മുന്നേറ്റത്തിൻ്റെ സമയം തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. രക്ഷപ്പെടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യവും സമാധാനവും സന്തോഷവും കടന്നു വരുന്നതിന് ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നാം ഇവിടെ പരാമർശിക്കാം. നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ വീട്ടിലിരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ചെയ്യുക. വെള്ളിയാഴ്ചകളിൽ ദേവി വചനം നടത്തുക. ലളിത സഹസ്രനാമം ജപിക്കുന്നത് ധനസമൃദ്ധിക്ക് ഏറ്റവും ഉത്തമമാണ്. വിശ്വാസത്തോടൊപ്പം കഠിനാധ്വാനവും കൂടി ചേരുമ്പോൾ ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. വിശ്വാസവും പ്രത്യാശയും ജ്യോതിഷം എന്നത് വെറുമൊരു കണക്കുകൂട്ടലല്ല. പഞ്ചത്തിൻ്റെ താളലയങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു വഴികാട്ടി തന്നെയാണ് 2026 ഈ വിഷുക്കാലം നിങ്ങൾക്ക് നൽകുന്നത്. വലിയൊരു പ്രത്യാശയുടെ സന്ദേശമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും സമാധാനവും നിറഞ്ഞൊരു വർഷമുണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഈ ഒരു വീഡിയോന് എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് കാണുക. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.